നമസ്കാരം. മുംബൈ ഇന്ത്യൻസിനോടൊപ്പം ബാറ്റിംഗിൽ ഒരിക്കൽ കൂടി തിളങ്ങാൻ സാധിക്കാതെ പോയതോടെ വികാരാധീനനായിരിക്കുകയാണ് മുൻ ക്യാപ്റ്റൻ കൂടിയായ രോഹിത് ശർമ്മ. സൺറൈസേഴ്സ് ഹൈദരാബാദുമായി വാങ്കഡയിൽ നടന്ന കഴിഞ്ഞ മത്സരത്തിൽ 5 ബോളിൽ ഒരു 4 മാത്രം അടിച്ച 4 റൺസ് മാത്രമേ അദ്ദേഹത്തിന് സ്കോർ ചെയ്യാൻ സാധിച്ചുള്ളൂ. ഇതിനുശേഷമാണ് രോഹിത് വളരെയധികം ദുഃഖിതനും നിരാശനുമായി ഡ്രസ്സിംഗ് റൂമിൽ കാണപ്പെട്ടത്. ക്യാപ്റ്റൻസി ഇല്ലാതെ സ്പെഷ്യലിസ്റ്റ് ബാറ്ററായി ഈ സീസൺ ആരംഭിച്ച രോഹിത് തുടക്കത്തിൽ മികച്ച ഫോമിലാണ് കാണപ്പെട്ടത്. ആദ്യത്തെ 7 മത്സരങ്ങളിൽ 49.5 ശരാശരിയിൽ 164.1 സ്ട്രൈക്ക് റേറ്റിൽ 297 റൺസ് അദ്ദേഹം സ്കോർ ചെയ്തിരുന്നു. പക്ഷേ അതിനുശേഷം കളിച്ച 5 ഇന്നിങ്സുകളിലും രോഹിത് ബാറ്റിങ്ങിൽ വേണ്ടത്ര മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിച്ചില്ല. 6.6 എന്ന പരിതാപകരമായ ശരാശരിയിൽ 94.3 സ്ട്രൈക്ക് റേറ്റിൽ വെറും 33 റൺസ് മാത്രമേ അദ്ദേഹത്തിന് നേടാൻ സാധിച്ചുള്ളൂ. പിന്നീട് T20 ലോകകപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ രോഹിത്തിന്റെ ഈ ദയനീയ ഫോം ഇന്ത്യക്ക് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. ഹൈദരാബാദുമായുള്ള മത്സരത്തിൽ ഔട്ടായ ശേഷം ടീം അംഗങ്ങൾക്കൊപ്പം ചേരാതെ ഡ്രസ്സിംഗ് റൂമിൽ തനിച്ചിരുന്ന് കളി കണ്ട രോഹിത് വികാരാധീനനായി കണ്ണു തുടയ്ക്കുന്നത് കാണാമായിരുന്നു. തന്റെ ബാറ്റിംഗ് ഫോമിൽ അദ്ദേഹം എത്രമാത്രം നിരാശനും ദുഃഖിതനുമാണെന്ന് ഇതിൽ നിന്നും വ്യക്തമാണ്. ഇന്നിങ്സിന് മുൻപ് രോഹിത് ഈ തരത്തിൽ വികാരാധീനനായി കണ്ണീർ വാർത്തത് 2022 ഓസ്ട്രേലിയയിൽ നടന്ന കഴിഞ്ഞ T20 ലോകകപ്പിനിടെയായിരുന്നു. അന്ന് സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനോട് 10 വിക്കറ്റിന്റെ വൻ തോൽവി ഏറ്റുവാങ്ങി ഇന്ത്യ പുറത്തായ ശേഷമാണ് ഹിറ്റ്മാൻ ഇത്രയും ദുഃഖിതനായി കാണപ്പെട്ടത്. അന്ന് കോച്ച് രാഹുൽ ദ്രാവിഡ് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു. രോഹിത്തിനെ ക്യാപ്റ്റൻസിയിൽ നിന്നും മാറ്റി പകരം മുംബൈ ടീമിന്റെ നായകസ്ഥാനം ഹാർദിക് പാണ്ഡ്യയെ ഏൽപ്പിച്ചത് ബാറ്റിംഗിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയായിരുന്നു എന്നാണ് മുംബൈ കോച്ച് മാർക്ക് ബൗച്ചർ നേരത്തെ പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ ക്യാപ്റ്റൻസി ഇല്ലാതിരുന്നിട്ടും രോഹിത്തിന് ബാറ്റിങ്ങിൽ വേണ്ടത്ര മികച്ച പ്രകടനം കാണിക്കാൻ പറ്റാതെ പോകുന്നതോടെയാണ് വലിയ രീതിയിലുള്ള ചർച്ചകളെല്ലാം ഉണ്ടായിരിക്കുന്നത്. ഇത് മുംബൈ ക്യാമ്പിനെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. സീസണിലെ ബാക്കിയുള്ള മത്സരങ്ങളിലും അദ്ദേഹം ഇത്തരം ദയനീയ പ്രകടനം തുടർന്നാൽ ടീമിൽ തുടരുമോ എന്ന കാര്യം പോലും സംശയമാണ്. ഈ സീസണിന് ശേഷം രോഹിത് ശർമ്മ മുംബൈ ടീം വിട്ടേക്കുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമാണ്. ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നും തികച്ചും അപ്രതീക്ഷിതമായി തന്നെ പുറത്താക്കിയത് മുതൽ ടീം മാനേജ്മെന്റുമായി അദ്ദേഹം അത്ര നല്ല രസത്തിലല്ല എന്നായിരുന്നു ടീം അധികൃതരിൽ നിന്നും ലഭിച്ച വിവരം. എന്തായാലും ഈ ഒരു പ്രകടനം തുടർന്നാൽ, മോശമായ പ്രകടനത്തിലാണ് ഈ ഒരു IPL സീസൺ അവസാനിപ്പിക്കുന്നതെങ്കിൽ ഓപ്പൺ വിൻഡോയിൽ വന്നാലും രോഹിത്തിനെ തിരഞ്ഞെടുക്കാൻ മറ്റ് ടീമുകൾക്ക് ബുദ്ധിമുട്ട് തന്നെയാകും. അതുകൊണ്ട് തന്നെയായിരുന്നു രോഹിത്തിന്റെ ഇന്നിങ്സിനായി എല്ലാവരും കണ്ണു നട്ട് കാത്തിരുന്നത്. മുംബൈ വിടുന്ന കാര്യം രോഹിത് ഇതിനകം തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞതായി റിപ്പോർട്ടുകളുണ്ട്. ബാറ്റിങ്ങിൽ ഇപ്പോൾ തുടർച്ചയായി ഇത്തരത്തിൽ മോശം പ്രകടനം തുടർന്നുകൊണ്ടിരിക്കുന്നതിനാൽ തന്നെ അദ്ദേഹത്തെ നിലനിർത്താനും ടീം മാനേജ്മെന്റ് വലിയ താല്പര്യം കാണിക്കില്ല എന്നാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ സീസൺ കഴിഞ്ഞ സന്തോഷത്തോടെ തന്നെ രോഹിത്തിനെ ടീമിൽ നിന്നും റിലീസ് ചെയ്യാൻ മുംബൈക്ക് സാധിച്ചേക്കും. മുംബൈ ഒഴിവാക്കിയാൽ വരാനിരിക്കുന്ന മെഗാലയത്തിൽ വലിയ ഡിമാൻഡായിരിക്കും അദ്ദേഹത്തിന് ഉണ്ടാവുകയെന്ന് ഉറപ്പാണ്. ഡൽഹി ക്യാപിറ്റൽസ് ഉൾപ്പെടെ പല ടീമുകളും രോഹിത്തിന് വേണ്ടി ഇതിനകം താല്പര്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞു എന്നാണ് അറിയുന്നത്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ രോഹിത്തിന്റെ പ്രകടനം വച്ചായിരിക്കും ഇനിയെല്ലാം അളക്കുക. അദ്ദേഹത്തിന് എത്ര വില നൽകണമെന്ന് പോലും തീരുമാനിക്കുന്നത് അദ്ദേഹത്തിന്റെ ഈ പ്രകടനം വെച്ച് തന്നെയാണ്.